ശ്രീ ഗണപതേ നമഃ. ഹരി ശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധവേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. ലക്ഷ്മണോപദേശം. വത്സ സൗമിത്രേ കുമാര, നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനടോ. നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും. നിന്നാൽ അസാധ്യാർത്ഥ്യം ആയില്ലൊരു കർമ്മവും. നിർണയമെങ്കിലും ഒന്നിതു കേൾക്കനീ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാനാദിയും മുതലായിൽ എന്തിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം. വേഗേന നഷ്ടമായുസ്സുമോർക്കനീ. വഹ്നി സന്തപ്ത ലോക സ്ഥാംബുബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ചക്ഷുശ്രവണ ഗളസ്ഥമാം ദർദുരം. ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും. മാലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമേ. മൈത്രേയുമൽപ കാലാസ്ഥിത മോർക്കനേ. പാഥർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരുമ്പോലെ നാദ്യമായൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും. മെത്രയും ചഞ്ചല മാലയ സംഗമം. ലക്ഷ്മിയും അസ്ഥിരല്ലോ മനുഷ്യർക്കു. നിൽക്കുമോ യൗവനവും പുനരധ്രുവം. സ്വപ്ന സമാനം കളത്ര സുഖം നൃണ. അൽപായുസും നിരൂപിക്ക ലക്ഷ്മണ. രാഗാതിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കും സ്വപ്നതുല്യം സഖേ. ഓർക്ക ഗന്ധർവ നഗര സമമിതിൽ മൂർഖന്മാർ നിത്യം അനുക്രമിച്ചിടുന്നു. ആദിത്യദേവൻ ഉദിച്ചു ചിതുവേഗേന യാത പതിയിൽ മറിഞ്ഞിതു സത്വരം. നിദ്രയും വന്നിതു ദയ ശൈലോപരി. വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ. ഇത്രം അതിഭ്രമമുള്ളൊരു ജന്തുക്കൾ ചിത്തേ വിചാരിപ്പതില്ല കാലാന്തരം. ആയുസ്സു പോകുന്ന തേതുമറിയില്ല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ. വാർദ്ധക്യമോടു ജരാനരയും പൂണ്ടു ചീർത്ത മോഹേന മരിക്കുന്നിതു ചിലർ. നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോർത്തറിയുന്നില്ല മായതൻ വൈഭവം. ഇപ്പോളിതു പകൽ, പിൽപ്പാട് രാത്രിയും, പിൽപ്പാട് പിന്നെ പകലുമുണ്ടായി വരും. ഇപ്രകാരം നിരൂപിച്ച മൂഢാത്മാക്കൾ ചിൽപുരുഷൻ ഗതിയേതുമറിയാതെ. കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലാവിശേഷങ്ങൾ ഒന്നുമോരായികയാൽ ആമകുംഭാബ്ദു സമാനമായ സുടൻ പോമേതും ധരിക്കുന്നു നില്ലാരുമേ. രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം ശമിപ്പിക്കുമേവനും നിർണയം. വ്യാഘ്രിയെ പോലെ ജരയുമെടുത്തവൻ ആക്രമിച്ചിടും ശരീരത്തെ നിർണയം. മൃത്യുവും കൂടോ നേരം തിരിയാതെ ഛിദ്രവും പാർത്തുവാത്തുള്ളിയിലിരിക്കുന്നു. ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോഹം മാഠ്യോഹമേ എന്ന മ്രീഡിതം കലർന്നിടും ദശാന്തരി. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം.
വെന്തു വെണ്ണീറായി ചമഞ്ഞു പോകിടിലാം. മണ്ണിനു കീഴായി കൃമികളായി പോകിലാം. നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ത്വങ്മാംസരക്താസ്തി വിന്മൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളോ നിതധ്രുവം. ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ. മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായികയെന്ന അവിദ്യ നീ ലക്ഷ്മണ. ദോഷങ്ങളൊക്കേവ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നിതോർക്ക നീ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്കു മോഹമാതാവാമ വിദ്യയാകുന്നതും. ദേഹമില്ലോർക്കിൽ ഞാനായ താത്മാവെന്നു മോഹൈക ഹന്ത്രിയായുള്ളതു വിദ്യകൾ. സംസാരകാരിണിയായതു വിദ്യയും സംസാരനാശിനിയായതു വിദ്യയും. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസ ഏകാന്ത ചേതസ ചെയ്യുക വേണ്ടുന്നതും. തത്ര കാമക്രോധ ലോഭ മോഹാദികൾ ശത്രുക്കളാകുന്നതെന്നുമറിയുക നീ. മുക്തിക്കു വിഘ്നം വരുത്തുവാനെത്രയും ശക്തിയുള്ളോനതിൽ ക്രോധമറികടോ. മാതാപിതൃപ്രാതു മിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിടുകുമാൻ. ക്രോധം മൂലം മനസ്താപമുണ്ടായി വരും. ക്രോധമൂലം ദൃഢം സംസാരബന്ധനം. ക്രോധമല്ലോ നിജ ധർമ്മക്ഷയകരം. ക്രോധം പരിത്യജിക്കേണം ബുധജനം. ക്രോധമല്ലോ യമനായതു നിർണയം. വൈതരണ്യാഖ്യായാകുന്നതു തൃഷ്ണയും. സന്തോഷമാകുന്നതു നന്ദനം വനം. സന്തതം ശാന്തിയെ കാമാസുരഭികൾ. ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ. സന്താപമെന്നാലൊരു ജാതിയും വരാ. ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം മാഹന്തമേലെ വസിപ്പതാത്മാവുകൾ. ശുദ്ധജലം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥകമായി നിരാകാരമായി നിത്യമായി. നിർവികൽപ്പം പരം നിർവികാരം ഘനം. സർവൈകകാരണം സർവജഗന്മയം. സർവൈകസാക്ഷിണം സർവജ്ഞമീശ്വരം. സർവദാ ചേതസി ഭാവിച്ചുകൊള്ളുക നീ. സാരജ്ഞനായ നീ കേൾ സുഖ ദുഃഖദം പ്രാരാബ്ധമെല്ലാം അനുഭവിച്ചിടണം. കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കമേ നിർമായമാചരിച്ചിടും എന്നേ വരൂ. കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ കർമ്മഫലങ്ങൾ കാക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണം പരബ്രഹ്മണി നിത്യെ സമർപ്പിച്ചു ചെയ്യണം. നിർമ്മലമായുള്ളൊരാത്മാവ് തന്നോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകില്ലെന്നാൽ ഞാനീ പറഞ്ഞതെല്ലാമേ ധരിച്ചു ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം. മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദമുൾക്കൊണ്ടു മായാവിമോഹങ്ങൾ. മാനസത്തിങ്കൽ നിനാശുകളക നീ. മാനമല്ലോ പരാപാദാസ്പദം. സൗമിത്രി തന്നോടീ വണ്ണം അരുൾ ചെയ്തു. സൗമുഖ്യമോടു മാതാവോടു ചൊല്ലിനാൻ. കേൾക്കണമമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകൊലാം. ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരു. ആത്മാവിനെ അറിയാത്തവരെ പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ സർവദാ കൂടി വാഴ്കെന്നുള്ളതിനല്ലോ. സർവജ്ഞയല്ലോ ജനനി നീ കേവലം. ആശു 14 സംവത്സരം വനദേശേ വസിച്ചു വരുന്നുണ്ടു
കൊടുത്തുമുണ്ട് ഞാൻ. ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുടൻ ഉൾക്കനീവോടെ അനുഗ്രഹിച്ചിടണം അച്ഛനെന്തുള്ളിലൊന്നിച്ഛയെന്നാകിത്തിൽ ഇച്ഛയും എന്നെ ഉറങ്ങിച്ചിടണം. അമ്മയും ഭർത്തൃകർമാനുകരണമത്രേ പാതിവൃത്യനിഷ്ഠാവതു നാമെന്നു നിശ്ചയം. മാതാവ് മോതാൽ അനുവദിച്ചിടുകില്ലേതുമേ ദുഃഖമെനിക്കില്ല കേവലം. കാനനവാസം സുഖമായി വരും തവ മാനസേ ഖേദം കുറച്ചു വാണിടുകിൽ എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൻ. പിന്നെയും പിന്നെയും മാതൃപാദാന്തികെ പ്രീതി കൈകൊണ്ടുടുത്തു ഉത്സംഗ സിംനി ചേർത്താദരാൽ മുക്ത നിബാഷ്പാഭിഷേകം ചെയ്തു. ചൊല്ലിനാളാശിർവചനങ്ങളാശു കൗസല്യയും ദേവകളോടിരുന്നിടിനാൾ. സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസന പുഷ്ടദയാബ്ദേ പുരുഷോത്തമഹരേ മൃത്യുഞ്ജയാ മഹാദേവ ഗൗരീപദേ ദുർഗേ ഭഗവതി ദുഃഖ വിനാശിനി സ്വർഗസ്ഥിതി ലയകാരണി ചണ്ഡികേ. എൻ മകനാശു നടക്കുന്ന നേരവും കന്മഷം തീർന്ന് ഇരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ. ഇത്തമർത്ഥിച്ചു തൻ പുത്രനാം രാമനെ ബദ്ധബാഷ്പം ഗാഠഗാഠം പുണർന്നുടൻ. 7 സംവത്സരം കാനനെ വസി ചാരാൽ വരികെന്നനുവദിച്ചിടിനാൽ. തൽക്ഷണേ രാഘവം നത്വാ സഗദ്ഗതം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. എല്ലാവർക്കും രാമായണ മാസ ആശംസകൾ. ഇന്ന് ഞാനിവിടെ അധ്യാത്മരാമായണത്തിൽ അയോധ്യാകാന്ഡത്തിൽ ലക്ഷ്മണോപദേശത്തിൻ്റെ തുടർച്ച വായിക്കുന്നു. എന്നുള്ളിലുണ്ടായിരുന്നു ഒരു സംശയം, നിന്നരുളപ്പാട് കേട്ടു തീർന്നു തുലാം. ത്വൽപാദ സേവാർത്ഥമായി നടിയനും ഇപ്പോൾ വഴിയെ വിടകൊള്ളുവനെന്നുമേ. മോദാലധീനായി അനുവദിച്ചിടണം സീതാപതേ രാമചന്ദ്ര ദയാനിധേ. പ്രാണങ്ങളെ കളഞ്ഞിടുവന്നില്ലെങ്കിൽ ഏണാംഗതുല്യവദന രഘുപതേ. എങ്കിൽ നീ പോന്നുകൊണ്ടാലുമെന്നാദരാൽ പങ്കജലോചനൻ താനും അരുൾ ചെയ്തു. വൈദേഹി തന്നോടു യാത്ര ചൊല്ലിയിടുവാൻ മോദേന സീതാഗൃഹം പൂക്കരുളിനാൻ. ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുത്ഥാനവും ചെയ്തു. കാഞ്ചന പാത്രസ്ഥമായ തോയം കൊണ്ടു വാഞ്ചയാ തൃക്കാൽ കഴുകിച്ചു സാധനം. മന്ദാക്ഷമുൾക്കൊണ്ടു മന്ദസ്മിതം പെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാൾ. ആരുമകമ്പടി കൂടാതെ ശ്രീപാദചാരേണ വന്നതുമെന്തു കൃപാനിധേ. വാരണവീരനെങ്ങു മമ വല്ലഭ ഗൗരാതപത്രവും താലവൃന്ദാദിയും ചാമരദ്വന്ദ്വവും വാദ്യഘോഷങ്ങളും ആഭരണാദ്യ അലങ്കാരവും സാമന്തഭൂപാലരെയും പിരിഞ്ഞതീ രോമാഞ്ചമോടെഴുന്നള്ളിയതെന്തയ്യോ. ഇത്തം വിദേഹാത്മജാവചനം കേട്ടു പൃഥ്വീപതി സുതൻ താനും അരുൾ ചെയ്തു. തന്നിതു ദണ്ഡകാരണ്യരാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനറികടോ. ഞാനിതു പാലിപ്പതിനാശു പോകുന്നു മാനസേഖേദം ഇളച്ചു വാണിയിടുക. മാതാവ് കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്ക നീ വല്ലഭേ. ഭർത്തൃവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടിത്തം അഹന്ത ചൊല്ലിയിടിനാൾ. രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പൊറുക്കാതോളം ആസ്തയുണ്ടല്ലോ ഭവാനെ പിതാവിനും. എന്നിരിക്കെ വനരാജ്യം തരുവതിനിന്നു തോന്നിയിടുവാനെന്തോന്നു കാരണം. മന്നവൻ താനല്ലയോ കൗതുകത്തോടു ഇന്നലെ രാജ്യാഭിഷേകം ആരംഭിച്ചു. സത്യമോ ചൊൽക ഭർത്താവേ വിരവൊടു വൃത്താന്തം എത്രയും ചിത്രമോർത്താലിതം.
എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. തന്നെ കുല മൗലിമാലികെ കേൾക്ക നീ, മന്നവൻ കേകേയ പുത്രിയാം അമ്മയ്ക്ക് മുന്നമേ 2 വരം കൊടുത്തിടിനാൾ. വിണ്ണവർ നാട്ടിൽ സുരാസുര യുദ്ധത്തിൽ അന്യൂന വിക്രമം കൈക്കൊണ്ടുപോയ നാൾ. ഒന്നു ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിനയക്കുന്നു മറ്റതും. സത്യവിരോധം വരുമെന്നു തന്നെ ചിത്തെ നിരൂപിച്ചു പേടിച്ചു താതനും. മാതാവിനാശുവരം കൊടുത്തിടിനാൾ. താതനതുകൊണ്ടു ഞാനിതാ പോകുന്നു. ദണ്ഡകാരണ്യെ 14 വത്സരം ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ. നീ അതിനേതും മുടക്കം പറകൊല്ല, മയൽ കളഞ്ഞു മാതാവുമായി വാഴുക നീ. രാഘവനിത്തം പറഞ്ഞതു കേട്ടൊരു ശശിമുഖി താനുമരുൾ ചെയ്തു. മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ മമ പിന്നാലെ വേണമെഴുന്നള്ളുവാൻ ഭവാൻ. എന്നെ പിരിഞ്ഞു പോകുന്നത് ഉചിതമല്ലൊന്നുകൊണ്ടും ഭവാനെന്നു ധരിക്കണം. കാകുൽസ്ഥനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോടു ചൊല്ലിയിടിനാൾ. എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ. ഘോര സിംഹവ്യാഘ്രസൂകുര സൈരം വാരണവ്യാളവ ഉലൂകവിന്ദ മൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ, കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളമുണ്ടവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമാം നമുക്കെല്ലാം. നാരീജനത്തിനെല്ലാം വിശേഷിച്ചുമൊട്ടേറെയുണ്ടാം ഭയമെന്നറിഞ്ഞിടടോ. മൂലഫലങ്ങൾ കട്ടു അമ്ല കഷായങ്ങൾ ബാലെ ഭജിപ്പതിനാകുന്നതും തത്ര. നിർമ്മല വ്യഞ്ജനാപൂപാനപാനാദി സന്മധുക്ഷീരങ്ങളിൽ ഒരു നേരവും നിമ്നോന്നത ഗുഹാഗഹ്വര ശർക്കരാ ദുർമാർഗം എത്രയും കണ്ടകവൃന്ദവും നേരെ പെരുവഴിയും അറിയാവതെല്ലാരെയും കാൺമാനുമില്ലറിഞ്ഞിടുവിൻ. ശീതവാതാതപ പീഡയും പാരമാം പാദചാരേണ വേണം നടന്നിടുവാൻ. ദുഷ്ടരായുള്ളൊരു രാക്ഷസന്മാരെ കണ്ടാൽ ഒട്ടും പൊറുക്കയില്ലാർക്കും അറിയികടോ. എന്നുടെ ചൊല്ലിനാൽ മാതാവു തന്നെയും നന്നായി പരിചരിച്ചിങ്ങിരുന്നിടുക. വന്നിടുവൻ 14 സംവത്സരം ചെന്നാൽ അതിനുടനില്ലൊരു സംശയം. ശ്രീരാമവാക്കു കേട്ടൊരു വൈദേഹിയും ആരൂഢതാവേന പിന്നെയും ചൊല്ലിനാൾ. നാഥ, പതിവ്രതയാം ധർമ്മപത്നി ഞാൻ, ആധാരവുമില്ല മറ്റെനിക്കാരുമേ. ഏതുമേ ദോഷവുമില്ല ദയാനിധെ, പാദശുശ്രൂഷാവ്രതം മുടക്കായികമേ. നിന്നുടെ സന്നിധോ സന്തതം വാണിടുമെന്നെ മറ്റാർക്കാനും പിടിച്ചുകൂടാമോ. വല്ലതും മൂല ഫല ജലാഹാരങ്ങൾ വല്ലഭോജിഷ്ടം എനിക്കമൃതോത്പമം. ഭർത്താവു തന്നോടുകൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പാസ്തരണ തുല്യങ്ങളെനിക്കതും. പുഷ്പബാണോപമ നീ വെടിഞ്ഞിടല. ഏതുമേ പീഡയുണ്ടാകയില്ലെൻ മൂലം. ഭീതിയുമേതും എനിക്കില്ല ഭർത്താവേ. കശ്ചിദ്വിജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോട് പണ്ടരുളി ചെയ്തു. ഭർത്താവിനോടു വനത്തിൽ വസിപ്പതിൻ എത്തും ഭവതിക്കു സംശയമില്ലേതും. ഇത്തം പുരൈവ ഞാൻ കേട്ടിരിക്കുന്നതു സത്യമതിന്നിതോ ഇന്നയുമൊന്നു ചൊല്ലിയിടുവൻ. രാമായണങ്ങൾ പലതും കവിവര രാമോദമോടു പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. ജാനകിയോട് കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളു. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാൺകിലോ. പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം. പ്രാണാവസാന കാലത്തും പിരിയുമോ എന്നിരിക്കെ പുനരെന്നെ ഉപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നള്ളുകിൽ എന്നുമെൻ പ്രാണ പരിത്യാഗവും ചെയ്വൻ. ഇന്നു തന്നെ നിന്തിരുവടി തന്നാണ് എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടൊരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു. എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ, സങ്കടമിന്നിതു ചൊല്ലിയുണ്ടാകേണ്ട. ദാനം അരുന്ധതിക്കായി കൊണ്ടു ചെയ്യുക നീ. ജാനകി ഹാരാതിഭൂഷണമൊക്കവേ ഇത്തമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു
പൃഥ്വിസുരോത്തമന്മാരെ വരുത്തുകെന്നത്യാദരമരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും. വസ്ത്രങ്ങളാഭരണങ്ങൾ പശുക്കളും അവധിയില്ലാതോളമാതരാൽ സദ്വൃത്തരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്കു സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം. മാതാവു തന്നെ സേവകന്മാരായ ഭൂദേവസത്തമന്മാർക്കും കൊടുത്തിതു. പിന്നെ ദ്വിജാന്ത പുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യുകയാൽ ആനന്ദമഗ്നരായി മാനവനായകന ആശീർവചനവും ചെയ്തിതു. താപസന്മാരെയും ദ്വിജന്മാരും പെയ്തു ചെയ്തിടുന്നിതശ്രുഗണങ്ങളും. ജാനകി ദേവിയും അൻപോട് അരുന്ധതിക്കാനന്ദം ഉൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൾ. ലക്ഷ്മണ വീരൻ സുമിത്രയാം അമ്മയെ തൽക്ഷണേ കൗസല്യ കയ്യിൽ സമർപ്പിച്ചു. വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു. നന്നായി അനുഗ്രഹം ചെയ്തു തനയനു പിന്നെ ഉപദേശവാക്കുമരുൾ ചെയ്താൾ. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ. രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോടു നിരൂപിച്ചു കൊള്ളേണം. എന്നെ ജനകാത്മജ ഉറച്ചുകൊൾ. പിന്നെ അയോധ്യയെന്നോർത്തിടവിയെ മായാവിഹീനമീ വണ്ണമുറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികതേ. മാതൃവചനം ശിരസി ധരിച്ചുകൊണ്ടാദരവോടു തൊഴുതു സൗമിത്രിയും. തന്നെ ചാപ ശരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാന്തികെ നിന്നു വണങ്ങിനാൻ. തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്തു പൗരജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ. കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമള രമ്യ കളേബരൻ രാഘവൻ കാമദേവോപമൻ കാമദൻ സുന്ദരൻ രാമൻ തിരുവടി നാനാ ജഗദഭി രാമൻ ആത്മാരാമൻ അംബുജലോചനൻ കാമാരി സേവിതൻ നാനാ ജഗന്മയൻ താതാലയം പ്രതി പോകുന്ന നേരത്തു സാദം കലർന്നൊരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നതു കണ്ടു ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാൻ. കഷ്ടമാഹന്ത കഷ്ടം പശ്യ പശ്യഹ. കഷ്ടമെന്തിങ്ങനെ വന്നതു ദൈവമേ. സോദരനോടും പ്രണയിനി തന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കര കണ്ടക നിമ്നോന്നതയുധ ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേകുന്ന മുക്താമൃതൂതര സ്നിഗ്ധപാദങ്ങളാൽ നിത്യം വനാന്തേ നടക്കെന്നു കൽപ്പിച്ചു. പൃഥ്വീശചിത്തം കഠോരമത്രേ തുലം. പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യരിലാർക്കും ഇല്ലിന്നലെയോളവും. ഇന്നിതു തോന്നുവാൻ എന്തൊരു കാരണം എന്നതു ഉടൻ ചൊല്ലുനാൻ. അന്യനും കേയപുത്രിക്കു രണ്ടു വരം നൃപനേകിനാൻ പോലതു കാരണം. രാഘവൻ പോകുന്നിതു വനത്തിനു ഭരതനും വാഴ്കെന്നു വന്നുകൂടും ധരാമണ്ഡലം. പോകനാമെങ്കിൽ വനത്തിനു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ. ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാദികൾ വാക്കു കേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോടു സാമോദമേവ അരുൾ ചെയ്തിതന്നേരം. ശ്രീരാമ രാമ രാമേ ധീരമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമ രാമ വരാനനേ. രാമനെ ചിന്തിച്ചു ദുഃഖിയായി ആരുമേ. കോമളഗാത്രിയം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ട് ഞാൻ. ചിത്തം തെളിഞ്ഞു കേട്ടിടുവീനേ വരും. രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു സാമരസാക്ഷനാമാദിനാരായണൻ. ലക്ഷ്മണനായ അനന്തൻ ജനകജ ലക്ഷ്മി ഭഗവതി ലോകമായാപര. മായാഗുണങ്ങളെ താനവലംബിച്ചു കായഭേദം ധരിക്കുന്നിത് ആത്മാപരൻ. രാജസമായ ഗുണത്തോടു കൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചോദയം വ്യക്തമായി സൃഷ്ടിച്ചു
സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചു കൊള്ളുന്നതീശ്വരൻ ആദ്യാനുജൻ പരമാർത്ഥമാവൂ സാദരം. രുദ്രവേഷത്താൽ തമോ ഗുണായി യുക്തനാം ഇന്ദ്രജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവസ്വത മനോഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു. വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേധാവനെ ആക്കി കൊടുത്തതീ രാഘവൻ. പാഥോന്നിധി മഥനെ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം നിഷ്ഠുരമായൊരു കൂർമ്മ ആകൃതി പൂണ്ടു കൃഷ്ണഗിരീന്ദ്രൻ ധരിച്ചതീ രാഘവൻ. ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്നു ഖൃഷ്ടിയായി തേറ്റമേൽ ക്ഷോണിയെ പൊങ്ങിച്ചു. കാരണവാരിധി തന്നിൽ കളിച്ചിതു കാരണപുരുഷനാകുമീ രാഘവൻ. നിർഹൃദമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചുകൊള്ളുവാൻ ക്രൂരങ്ങളായ നഖങ്ങളെ കൊണ്ടു ഘോരവേനായൊരു ഹിരണ്യാകശൂപുതൻ വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാചതുരനം ലക്ഷ്മീവരനിവൻ. പുത്രലാഭാർത്ഥമതനീതിയും ഭക്തി പൂണ്ടർത്ഥിച്ചു സാദരം അർച്ചിക്ക കാരണം. എത്രയും കാരുണ്യമോടവൾ തന്നെ പുത്രനായി ഇന്ദ്രൻ അനുജനായി പിറന്നതും ഈ ഭക്തനായൊരു മഹാബലിയോടു ചെന്നർത്ഥിച്ചു മൂന്നടിയാക്കി ജഗത്രയം. സത്വരം വാങ്ങി മരുത്വാനും നൽകിയ ഭക്തിപ്രിയനം ത്രിവിക്രമനാമിവൻ. ധാത്രീസുര ദ്വേഷികളായി ജനിച്ചൊരു ധാത്രീപതികളെ നാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാമിവൻ. ധാത്രിയിലിപ്പോൾ ദശരഥപുത്രനായി ധാത്രീസുത വരനായി പിറന്നാടിനാൻ. രാത്രിഞ്ജരാകുലമ ഒക്കെ നശിപ്പിച്ചു ധാത്രിഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ. ആദ്യാനുജൻ പരാപരൻ വേദ്യനല്ലോരു വേദാന്ത വേദ്യൻ പരൻ. നാരായണൻ പുരുഷോത്തമൻ കരുണാമാനുഷൻ രാമൻ മനോഹരൻ. കരുണാമാനുഷൻ രാമൻ മനോഹരൻ. രാവണ നിഗ്രഹാർത്ഥം വിഭിന്നത്തിനു ദേവഹിതാർത്ഥം ഗമിക്കുന്നിരുന്നതിൽ കാരണം മന്ധരയല്ല കൈയെല്ലാരും ശ്രമിക്കായ രാജാവുമല്ലല്ലോ. വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായ ദേവി ജനഗജ സൃഷ്ടിസ്ഥിതി ലയകാരണേ തന്നേടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതെന്നിപ്പോൾ. ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൻ തന്നോട് രാഘവൻ താനുമരുൾ ചെയ്തു. ഭക്തഞ്ചരനായ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം മനത്തിനു നാളെ പുറപ്പെടും എന്നതു മൂലം ഗമിക്കുന്നു രാഘവൻ. ഇന്നു വിഷാദം കളവിനെല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായി ആരുമേ. രാമരാമേതി ജപിപ്പിനെല്ലാവരും നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യനു മൃത്യു ഭയാദികളൊന്നുമേ സിദ്ധിക്കാനില്ല. അത് അല്ല കൈവല്യവും സിദ്ധിക്കുമേവനും എന്നതു നിർണയം. ദുഃഖസൗഖ്യമാതി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണനാത്മാ രഘുത്തമൻ. ന്യൂനാതിരേക വിഹീനൻ നിരഞ്ജനൻ ആനന്ദപൂർണൻ അനാന്തനാകുലൻ. അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിന് എങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു. ഭക്തിജനനം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നീടിനാൻ ഭൂതലേ. പങ്ക്തി പരാതി അഭീഷ്ട സിദ്ധ്യാർത്ഥമായി വന്നു പങ്ക്തി കണ്ടൻ തന്നെ കൊന്നു ജഗത്രയം. പാലിപ്പതിനായി അവതരിച്ചിടിനൻ ബാലിശന്മാരെ മനുഷ്യനായി ഈശ്വരൻ. രാമവിഷയമരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരൻ. വാമദേവ വചനാമൃതം സേവിച്ചു രാമനെ നാരായണൻ എന്നറിഞ്ഞുടൻ.
മതിയോ? ഒരു പാരകൂടുണ്ട് നോക്ക്. പൗരജനം പരമാനന്ദമായൊരു വാരാന്യധിയിൽ മുഴുകിയ നേരവും രാമസീത രഹസ്യം ഇതുകൂടെ വായിക്കണം. രാമസീത രഹസ്യം മുഹരിദൃശ രാമം ആമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവരുറച്ചൊരു ഭക്തിയും മാമയാനേശവും സിദ്ധിക്കുമേവനും ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ. പൗരജനം പരമാനന്ദമായൊരു ഒരു വാരാന്യതിയിൽ മുഴുകിനാരേ വരും രാമസീതാ രഹസ്യം മുഹൂരീദൃശം ആമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കേരുറച്ചൊരു ഭക്തിയും മാമയനാശവും സിദ്ധിക്കുമേവനും ഗോപനീയം രഹസ്യം പരമേദൃശം പാപവിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാരെന്നോർത്തു ഞാൻ. ഭവന്മാരെന്നോർത്തു ഞാൻ. രാമതത്വം പരമോപദേശവും ചെയ്തു താപവും തീർന്നിതു പൗരാജനങ്ങൾക്കും താപസശ്രേഷ്ഠനും മോദാലെഴുന്നള്ളി. ശ്രീരാമ രാമ രാമേതി രമേ രാമേ വരാനനെ ശ്രീരാമ രാമ തത്തുല്യം രാമ രാമ വരാനനെ.